അതിൻ്റെ വെലുവേദിയിൽ നിന്ന് ഒരു 2 അടിയോളം താഴെയുള്ള ചെറിയ മുറിയാണ് സംഗീതത്തെ മുറി. അവരവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നെ അങ്ങോട്ട് തള്ളിയിട്ട് കവിളിനടിച്ച് വീട് ആരെന്ന് പറയുന്നൊരു ചവിട്ട് എന്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. പിന്നെ ആരോ എൻ്റെ കയ്യെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തോട്ടുറത്തിച്ചനെ കുറിച്ച് എന്നോടൊന്ന് പറയാം. തോട്ടുറത്തിച്ചൻ ഞാനുമായിട്ടുള്ള പരിചയം, അച്ഛൻ നമ്മുടെ വടവാതൂർ സെമിനാരിയിൽ MDA ചെയ്തയാളാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൊച്ചാണ്, ഞങ്ങളും ഈ പ്രായത്തിന് കുറച്ചേറെ വ്യത്യാസമുണ്ട്. അച്ഛൻ ഞങ്ങളുടെ എല്ലാം ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അച്ഛൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തനാണ്, സൗമ്യനാണ്. ആരോടൊരു മനുഷ്യനോടും ഒരു കാര്യത്തിൽ അച്ഛൻ ഒരിക്കൽ പോലും മുഖം കറുത്തിൽ വർത്തമാനം പറയുന്ന ആളല്ല. അച്ഛൻ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും അച്ഛൻ നല്ല ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതം അച്ഛനിലേ ഇല്ല. അതാണ് അച്ഛൻ്റെ പ്രത്യേകത. അച്ഛനിപ്പോൾ ഇച്ചിരി പ്രായം 80 വയസ്സിന് വെച്ചായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു അരുതാരി നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുന്നതും ഞങ്ങളെല്ലാം കേട്ടിട്ട് ഞടുങ്ങിപ്പോയി. അച്ഛനെ അറിയാവുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വേദനിച്ചു പോയി. കാരണം അങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായി, ഇപ്പോഴും അച്ഛൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. അതാണ് വാസ്തവത്തിൽ. നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ചിട്ട് എന്നാ സംഭവിച്ചെന്നുള്ളതും എന്നതാ കാര്യം എന്നുള്ള അച്ഛനൊന്ന് പറയണം. ആദ്യം ഒന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം നമുക്ക് പ്രതികരണങ്ങൾ പറയാം. ഈ പ്രസാദഗിരി ഇടവകയിൽ ഉണ്ടായിരുന്ന അച്ഛനോട് അവിടുത്തെ ജനങ്ങൾ അച്ഛൻ വന്ന ദിവസം മുതൽ സ്ഥിരണ്ട് കുർബാന ചൊല്ലുന്നവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ആലോചിക്കാം, ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നാളുകൾ കഴിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് അവർ അരമനത്തന്നെ ചെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് സ്ഥിരണ്ട് കുർബാന ചൊല്ലണം. അരമന അച്ഛനോട് ആവശ്യം, അച്ഛൻ ചെല്ലില്ല. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും അച്ഛന് ട്രാൻസ്ഫർ കൊടുത്ത് നേർപ്പാറ പുതിയൊരു പ്രീസ്റ്റ് ഹോമുണ്ട്, അവിടെ പോയി താമസിക്കുക. അച്ഛൻ തലവേപ്പറമ്പ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ പോയി പഠിപ്പിക്കുക അതൊക്കെ പറഞ്ഞ്. അപ്പോൾ പകരം എന്നെ പ്രീസ്റ്റ് ഇൻചാർജായിട്ട്, ഞാനിപ്പോൾ നേർപ്പാറ അസിസി കോൺവെൻറ്റിൽ 19 പേരുണ്ട്, അവിടുത്തെ ചാപ്ലിനാണ്. എന്നെ ഈ പള്ളിയുടെ പ്രീസ്റ്റ് ഇൻചാർജായിട്ട് അലവനിൽ നിന്ന് നിയമിച്ച് എങ്കിലും എനിക്ക് ചാർജ് എടുക്കാൻ, അപ്പോൾ അത് അവരുടെ ഇടവ തിരുനാളിൻ്റെ തലയാഴ്ചയിൽ ചാർജ് എടുക്കുന്നതിനുള്ള ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടവ തിരുനാളെല്ലാം അച്ഛൻ്റെ കെയറോപ്പിൽ വളരെ ഭംഗിയായിട്ട് ജനാഭിമുഖ കുർബാനായിട്ട് ചെല്ലാൻ അച്ഛൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ആ സമയത്ത് അവിടെ നിന്ന് പോകുന്നതിനും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഇടവക്കാരുമാണ്. അപ്പോൾ അരമനയിൽ നിന്ന് ഒരു ദിവസം ഒരു തിരുനാളിൻ്റെ തലേ ഞായറാഴ്ച രാത്രി എന്നെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് ഒരു ധാരണയിലെത്തുക. കാരണം അച്ഛൻ ആ ഡേറ്റ് മാറണമെന്നില്ല, എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ തിങ്കളാഴ്ച അരമന പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നു. അച്ഛൻ ഞാൻ ഒരു മണി വരെയും പ്രതീക്ഷിച്ചു. അച്ഛൻ 8 മണിക്ക് വരുമെന്ന് അരമനെന്ന് പറഞ്ഞത്. അച്ഛൻ ഒരു മണിയായിട്ടും കാണാണ്ടപ്പോൾ ഞാൻ അരമനെന്ന് വിളിച്ച് ചോദിച്ച്, അരമനയിലേക്ക് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടെ വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അരമനയ്ക്ക് അറിയിച്ചു ഞാൻ പോകുന്നില്ല, പകരം ആളെ വിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ രാത്രി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ അവിടെ പുതിയൊരു പള്ളിയാണ്, അവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ രണ്ടുപേരും കൂടി രാവിലെ വിളിച്ചിട്ട് ഒരു ധാരണയിലെത്തണം, അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ആലോചിക്കാമെന്ന് കരുതി അങ്ങനെ ഇരുന്ന്. വശം ഒന്നുമില്ല. അപ്പോൾ അവർ അരമനെ അറിയിച്ച് പിന്നെ അവിടെ ചെയ്യും. അപ്പോൾ അവർ ആ അവസരത്തിലാണ് അവർ കോടതി പോയി ഒരു തിരുനാൾ വരെയും ആരും ശല്യപ്പെടുത്തരുന്ന്, അങ്ങനെയൊക്കെ എന്തോ ഒരു സെറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ വാങ്ങിയായിരുന്നു. പക്ഷെ അത് തിരുനാളിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. തിരുനാളും കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ 28-ാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ പോയി ചാർജ് എടുക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ചാർജ് എടുത്ത് പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറേ ആൾ ബഹളമൊക്കെ ഉണ്ടായി അവിടെ. അത് കഴിഞ്ഞ് തിരിച്ച് പോന്നു. അപ്പോൾ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട്, അച്ഛനിപ്പോൾ എന്നെ ഇവിടെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത് സിനഡ് കുർബാന ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛൻ നമുക്കൊരു കുർബാന വയ്ക്കണം. അപ്പോൾ അച്ഛൻ്റെ സൗകര്യം, എൻ്റെ സൗകര്യം ഞാൻ പറഞ്ഞ് ശനിയാഴ്ച രാത്രി രാവിലെ ഒരു 9:30 ചെല്ലാം. അവരും ആ സമയത്ത് വരാമെന്ന് പറയും. അങ്ങനെ 9:30 കുർബാന സമയം നിശ്ചയിച്ചിരുന്നു. ഞാൻ 9:20 ആയപ്പോഴേ അവിടെ ചെന്ന്. ഞാൻ പള്ളിയകത്ത് ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ തൊട്ട് പിന്നെ അച്ഛൻ കയറി, അച്ഛൻ എന്താ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കുർബാനയെല്ലാം പറഞ്ഞു, അച്ഛനോട് ചെല്ലരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചിലർ അച്ഛനോട് പറയേണ്ടത്, ഞാൻ ഈ പള്ളിയുടെ ചാർജ് പോയി ഞാനാണ്, അതുകൊണ്ട് എനിക്ക് കുർബാന ചെല്ലാൻ എനിക്കിപ്പോൾ ഇവിടെ അവകാശമുണ്ട്, ഞാൻ ചൊല്ലും, ഞാൻ കുർബാന എല്ലാവരും പോകുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുർബാനയ്ക്ക് ഒരുങ്ങി. അപ്പോൾ ഉണ്ടായിരുന്ന 90 പേരുണ്ടായിരുന്നു പള്ളിയകത്ത്. അവർ കുർബാന ആഗ്രഹിക്കുന്ന മനുഷ്യരായിരുന്നു. ഈ വിമതർ വന്ന് ശല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ വാതിലിൻ്റെ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു. അപ്പോൾ കുർബാന തുടങ്ങിയപ്പോഴത്തേക്കും പുറമേ നിന്ന് വാതിൽ ഇടിയും തൊഴിൽ കേൾക്കുന്നുണ്ടായിരുന്നു. കുർബാന സുവിശേഷം കഴിഞ്ഞ് നമ്മുടെ കാറോസായ കഴിഞ്ഞ്
കാറോസൽ അവസാനത്തിൽ അപ്പം കഴിഞ്ഞ് ഒരിക്കലെല്ലാം കഴിഞ്ഞ് കാറോസൽ അവസാനത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സങ്കീർത്തിലെ വാതിൽ ചവിട്ടി പൊളിച്ച് സൈഡിലാണ് സങ്കീർത്തി അതിലൂടെ ഒരു 10-10 പേരുണ്ടെന്ന് ഇങ്ങനെ കയറി വന്ന് എൻ്റെ കയ്യിരുന്ന ഖുർആൻ ടെക്സ്റ്റ് ബലമായിട്ട് പേടിച്ച് വലിച്ചുകൊണ്ട് പോയി ബൈബിളൊക്കെ എടുത്ത് മാറ്റി ബൈബിൾ സ്റ്റാൻഡ് എടുത്ത് മാറ്റി എന്നെ വട്ടം കയറി പിടിച്ചിട്ട് ബലമായിട്ട് എന്നിട്ട് വലിക്കുകയും അപ്പോൾ ഞാൻ ബലിവേദിയിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ബലമായിട്ട് ബലിവേദി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ, അവർ 4-5 പേരുണ്ട്. അവരെന്നെ ബലമായിട്ട് ഉന്തിയും തള്ളിയും വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ബലിവേദിയിൽ നിന്ന് ഒരു 2 അടിയോളം താഴെയുള്ള ചെറിയ മുറിയാണ് സങ്കീർത്തി മുറി. അവരവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നെ അങ്ങോട്ട് തള്ളിയിട്ട് കവിളിനടിച്ച് വീട് അപ്പോൾ ആരെന്ന് പറയുന്നൊരു ചവിട്ട് എന്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് പിന്നെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ആരോ എൻ്റെ കയ്യെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചേർച്ചമാരെ രണ്ടും വന്ന് എന്നെ അടിയെ പോക്കി ഞാൻ അവിടെ ഇരുന്ന്. അപ്പോൾ എനിക്ക് സങ്കീർത്തിന് പോകണമെന്നില്ലായിരുന്നു. അവർ വീണ്ടും എന്നെ വട്ടം പിടിച്ച് ഉന്തി തള്ളി സങ്കീർത്തിൽ നിന്ന് പുറത്തിറക്കി. അപ്പോൾ ആരാണ്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഞാൻ വെള്ളം പിടിച്ച് അവിടെ ഇരുന്ന് ഒരു കസേര ഉണ്ടാൻ പറഞ്ഞ് അവിടെ ഇരുന്ന് ഞാൻ. അപ്പോൾ ഈ സമയത്ത് അച്ഛനും അവിടുത്തെ ജെറിനച്ഛനും ചാടി ഇപ്പം മനസ്സിലായില്ലേ, ഇപ്പം കണ്ടില്ലേ, പോരെ, ഇപ്പം മതിയായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അലറിക്കൊണ്ടിങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ആൾ കഴിയുമ്പോൾ പുറത്ത് അടിയും തെല്ലും ബഹളമൊക്കെ ആയി. അപ്പോൾ പോലീസ് വന്ന് അപ്പോൾ പിന്നെ എന്നെ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, വൈക്കം ആശുപത്രിയിലേക്ക്. അവിടെ പോയി അവർ 2 മണിക്കൂർ കൊണ്ട് കിടത്തി. അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്തിപ്പോഴും ഇഞ്ചക്ഷൻ ഉണ്ട്, ശരീരം വേദനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ മൊഴി എടുക്കാനായിട്ട് ഞാൻ ചോദിച്ചതൊക്കെ മറുപടി എഴുതി കൊടുത്ത് എന്നിട്ട് ആശുപത്രി പറഞ്ഞു അച്ഛൻ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകണം, ഏതെങ്കിലും ഡോക്ടറുടെ അറ്റൻഷൻ മേടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ഡയറക്ടർച്ചും PR ഒക്കെ വളരെ സന്തോഷമായിട്ട് സിസ്റ്റേഴ്സൊക്കെ വളരെ കാര്യമായിട്ട് എന്നെ സഹായിക്കും. എപ്പോഴും ഡയറക്ടർച്ചും വന്ന് അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കുന്നതാണ്, ആരെങ്കിലും മരിച്ചെങ്കിലേ ഉയർപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഈ രൂപതയുടെ ഇപ്പം 3 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രകടമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ആ ഭീകരാന്തരീക്ഷം എന്തെങ്കിലും അന്ത്യം ഉണ്ടാവണം. എന്തെങ്കിലും കാലാകാലത്തോളം ഇങ്ങനെ പോയാൽ പറ്റില്ല. പക്ഷേ എൻ്റെ ഈ സഹനത്തിലൂടെ ആയിരിക്കും ഇതിനൊരു അന്തിമ വിരാമം ഉണ്ടാകാൻ പോകണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവം ഒരിക്കൽ ഇന്നലെ അലഞ്ചേരി പിതാവൊക്കെ എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞതാണ്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛൻ്റെ ഈ സഹനത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ രൂപത രക്ഷപ്പെടാൻ പോകണമെന്ന് പിതാവ് എന്നെ ഓർമ്മപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യാശ ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ AKCക്കാർ ഇന്നലെ ഇവിടുത്തെ രൂപതയിലെ AKCC ഭാരവാഹികൾ മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നിലയൊക്കെ വന്നിരുന്നു. സഭ താല്പര്യമുള്ളവരെല്ലാവരും പേര് എൻ്റെ പണ്ട് ഞാനവിടെ 35 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ അതിൻ്റെ അടുത്ത് സുനദോസ് പള്ളി അയക്കാൻ പോയിരുന്ന ഇടവക്കാരാണ്ട് പേര് അവർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടി എത്രയോ ദൂരത്തുള്ള ഇടവേള എന്നൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സഭയോട് സ്നേഹിക്കുന്ന നിങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയം വീണ്ടും ജ്വലിക്കുകയാണ്, മരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ പള്ളിയിൽ നിന്ന് ശനിയാഴ്ച രാവിലെ ഞാൻ കുർബാനയ്ക്കായിട്ട് പോരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പള്ളിക്കായിട്ട് പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഇന്നേ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്ത്രീമാർ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അവർക്കാരും എന്തെങ്കിലും അബദ്ധം പറ്റിയ മറിഞ്ഞു വീണ മരിച്ചവരല്ല. അവർ മരിക്കാൻ തയ്യാറായി കരുതിക്കൂട്ടി മുന്നോട്ട് വന്നവരാണ്. അതുപോലെ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായേക്കും, അത് സഹിക്കാം. അത് സഹിച്ചാൽ അത് സഭയ്ക്ക് ഒരു വളമായിട്ട് മാറും എന്ന ചിന്തക്കൂടി ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ സഹനം കിട്ടി. അത് കർത്താവ് സഭയെ വളർത്താൻ വേണ്ടിയുള്ള സഹനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ചോദിക്കണേ നമുക്ക് ചോദിക്കാം കേട്ടോ, കാര്യങ്ങൾ വിശദമായി. ജെറിനച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനെ കുറിച്ച് പറഞ്ഞില്ല. ജെറിൻ അവിടുത്തെ ചുമതലപ്പെട്ട അച്ഛനാണോ? ഇനി ചുമതലയില്ല. അങ്ങേർക്ക് പിന്നെ അവിടെ വരുന്നത് അങ്ങേർക്ക് പോകാൻ മനസ്സില്ല. അല്ല, അദ്ദേഹം അവിടുത്തെ അച്ഛൻ ചെല്ലുമ്പോൾ ഉള്ള ആളാണോ ജെറിൻ? അല്ല, അദ്ദേഹം അവിടെ വന്നിട്ട് 1 വർഷം ഇപ്പോൾ ആകുന്നത്. അദ്ദേഹം ഇങ്ങനെ മാറ്റാൻ നിയമമില്ലെന്ന വകുപ്പില്ലെന്ന ഇപ്പോൾ 1 വർഷമായിട്ട് വെച്ചിട്ടുണ്ട്. കൊച്ചച്ഛനാണോ? ആ, ഇപ്പോൾ 42 വയസ്സ് കാണും. അച്ഛൻ്റെ മകനാളുകളായില്ല. അതുപോലെ ഭൂരിപക്ഷം ആളുകളും നമുക്ക് അച്ഛന് അനുകൂലമായിട്ടുള്ള നിലപാടില്ലായിരുന്നു. അതെ ഇവിടെ ഞങ്ങൾ 5 കുടുംബയൂണിറ്റുള്ള 5 കുടുംബയൂണിറ്റിലും എല്ലാ കുടുംബയൂണിറ്റിലും എല്ലാവരും ഭാരവാഹികളെല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. വൈസ് ചെയർമാനാണ് നിൽക്കുന്ന റെജി. ആ ഇടവക്കാർ തന്നെ, പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. ഇടവകയിലുള്ള ഇവരുടെ ഏതാനും ചില ആൾക്കാർ ഒരു 10-15 വീട് കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. നേതൃത്വം അച്ചാരേക്ക് വന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഇതിന് സത്യവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളാണല്ലോ ഇറങ്ങുന്നത്. അച്ഛനെ
ഇവരെല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ചെങ്ങാണ്ടും പൂട്ടിയിട്ടെന്ന കൊല ചെയ്തെന്ന എന്നൊക്കെ പറഞ്ഞുള്ള കള്ളപ്രചാരങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇന്ന് ലിസി ആശുപത്രിയിൽ എന്തോ ആരാണ്ടാക്കും പത്രസമ്മേളനം നടക്കുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ മീറ്റിംഗ് നടക്കുന്നതായിട്ട് ആരോ ഉണ്ടൊക്കെ TV-യിൽ എന്തോ യൂട്യൂബിൽ കേട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. സത്യത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി ഒരു കൂട്ടം, അതായത് പൈശാചി ശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മയ്ക്കെതിരെ നിങ്ങളെപ്പോലുള്ള അലമായൊരു ധീരമായിട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് വീണ്ടും പ്രവർത്തിക്കാന്നുള്ളൊരു ധൈര്യം മനസ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അതെ, ഒരിടവക്കാരുമാണ്, ഒരിടവക്കാരാണ്. അതെ, എന്നുള്ളതല്ല, നമ്മൾ അതിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്ന ആൾക്കാരാണല്ലോ. വാസ്തവത്തിൽ നമ്മുടെ ഈ രൂപതയിൽ എല്ലാം ഒരു നാളിൽ ഈ പറഞ്ഞ പോലെ ജനാഭിമാന കുർബാന ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും മധുബായിലേക്ക് തിരിഞ്ഞു നേരുന്ന കുർബാന ഉണ്ടായത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൊവിൻസിലെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോഴത്തേക്കാണ് പല രീതിയിൽ അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്നത് കാണുന്നത്. അതിന് മുൻപ് തന്നെ 1998 നമ്മുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി, ആദ്യത്തെ അസംബ്ലി നടന്നപ്പോൾ അവിടെ ശക്തമായൊരു ആവശ്യമുണ്ടായി. ഈ കുർബാനയിലൊരു ഐക്യം, ഒരു സഭയാണല്ലോ, ആ സഭയുടെ ഒരു ഐക്യം വരണമെന്നുള്ള ഒരു ചിന്ത അന്ന് ഈ നമ്മുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലുണ്ടായി. ഞാനും ആ അസംബ്ലിയിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ അതിന് ശേഷമാണ് 99 മറ്റേ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനം ഒരുമിച്ച് അനുസരിക്കാൻ, ഒരുമിച്ച് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചെങ്കിലും ഇടയ്ക്ക് ചില പിതാക്കന്മാരായത് പ്രയാസം പറഞ്ഞ് അന്ന് മാറിയപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ 2 രീതി തുടർന്നു. അപ്പോൾ അന്ന് മുതൽ പിതാക്കന്മാർ ഏകാണ്ടമായിട്ടുള്ളത് തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക എല്ലാവരും. ആ ശ്രമം നടപ്പാക്കാനുള്ള, ആ ഒരു തീരുമാനം നടപ്പാക്കാനുള്ള കാര്യങ്ങളാണിപ്പം വീണ്ടും പിതാക്കന്മാർ തീരുമാനിച്ച് മാർപ്പാപ്പ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച്, എന്നിട്ട് അവസാനം മാർപ്പാപ്പ ഈ ഒരു രൂപത മാത്രമേ ഇങ്ങനെ അനുസരിക്കാൻ വന്നപ്പോഴത്തേക്ക് മാർപ്പാപ്പ ഇടപെട്ട് പല രീതിയിൽ വീഡിയോയിലൂടെ വരെ പറഞ്ഞു നിങ്ങൾ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നിവേദക സംഘങ്ങളോടെല്ലാം പറഞ്ഞത് നിങ്ങൾ സഭയെ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇവരുടെ ഈ സെനഡിൻ്റെ തീരുമാനം, ഒരു യൂണിറ്റിക്ക് വേണ്ടി എടുത്ത തീരുമാനം അനുസരിക്കാനായിട്ട് ഈ ഭാഗക്കാർ തയ്യാറായത്. കാരണം മദ്ബഹായിലേക്ക്, സ്വർഗത്തിലേക്ക് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യമാണ്. ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് പർദീസ കിഴക്ക് ഏദനിൽ ഉൽപ്പത്തി 2:8 ആദവുമായി താമസിച്ചിരുന്നു. അപ്പോൾ ആ പർദീസയുടെ ഒരു പ്ലേസാണ്, ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു ചിന്തയാണ്. അതായത് നമ്മൾ വീണ്ടും ബൈബിളിലേക്ക് വരുമ്പോഴത്തേക്ക് എസെക്കിയേലിൻ്റെ പുസ്തകം 43-ലും 44-ലും ഉദാഹരണത്തിന് കിഴക്കേ പടിപ്പുരവാദിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം വരുന്നു ദേവാലയത്തിൽ. 44-ലേക്ക് വരുമ്പോഴത്തേക്ക് പറയുന്നത് ആ കിഴക്കേ പടിപ്പുരവാദിക്കുന്ന വേറെ ആരും വന്നിട്ടില്ല, ദൈവത്തിൻ്റെ മാത്രം വരവാണ്. അപ്പോൾ ദൈവത്തെ മുഖാഭിമുഖം നോക്കി നിൽക്കുന്ന ദൈവജനത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് അവിടെ വരുന്നത്. അത് നമ്മൾ ശരിക്കും മലാക്കിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 4:2 ഈശോയെ അവതരിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നീതിസൂര്യനായിട്ടാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പർദീസാനുഭവം നഷ്ടപ്പെട്ടവർക്ക് പർദീസാനുഭവം പകരാനായിട്ട് വന്ന ഈശോയുടെ ആഗമനത്തെ അറിയിക്കുന്ന നക്ഷത്രം, അവൻ്റെ നക്ഷത്രം കിഴക്ക്, അവൻ്റെ അടയാളം കിഴക്ക് ഉദിക്കുന്നു. ഈശോ തന്നെ വ്യക്തമായിട്ട് തൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 24-20 ഓർമ്മയെന്ന് പറയുക. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവസാനത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നിപ്പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും. കിഴക്ക് നിന്ന് അവിടുന്ന് വരുന്നു. വീണ്ടും നമ്മുടെ നടപടി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണമാണ്. അവിടെ പറയപ്പെടുന്ന കാര്യം, അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. അവൻ വീണ്ടും വരുന്നത് കിഴക്കെന്നാണ്, അവൻ പോയത് കിഴക്കോട്ടാണ്. ഇങ്ങനെ തിരുവചനം നോക്കിക്കഴിഞ്ഞാൽ ഉടനീളം പറയുന്നൊരു കാര്യം അതാണ് ദൈവവചനത്തിൽ. അത് സഭയുടെ ആദിമകാലം മുതലുള്ളൊരു പാരമ്പര്യവുമാണ്. അത് ബൈബിളിൻ്റെ കാര്യം. ഇനി സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് ബൈബിൾ പോലെ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ്. 8-ാം നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരുന്നവരാണ് അവർ അപ്പസ്തോലിക സഭാപിതാക്കന്മാരെന്നും തിരിച്ചിട്ടുണ്ട്. അപ്പസ്തോലിക സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആദിമ ഈ 150 വരെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ കാലത്തോട് അടുത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അവരുടെയും അതിന് ശേഷമുള്ള മുഴുവൻ സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കിഴക്കൻ അഭിമുഖമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്.
പള്ളിയിലാകുമ്പോഴത്തേക്ക് സ്വർഗം മദ്ബഹായിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. മദ്ബഹായിലെ ബലിപീഠം അത് കർത്താവിൻ്റെ സിംഹാസനമാണ്. ഈശോയിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. ഏകകണ്ഠമായിട്ട് എല്ലാവരും പഠിപ്പിക്കുക. അതിന് അവരുടെ ആശയങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അവർ കുറച്ച് ആളുകൾ പറയും നമ്മൾ കിഴക്കോട്ട് നോക്കാൻ കാരണം അത് പ്രകാശത്തിൻ്റെ ദിക്കായതുകൊണ്ടാണ്. ഈശോ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8:13 തോന്നുന്നു. അപ്പോൾ ആ ഒരു ചിന്ത, പ്രകാശം ദൈവത്തെ ഓർക്കാനുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കിഴക്ക് പ്രകാശത്തിൻ്റെ സ്ഥലമാണ്. അതാണ് ഒരു പറ്റം പിതാക്കന്മാർ പറയുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടർ ബേസിലിനെ പോലുള്ള സഭാപിതാക്കന്മാർ പറയും, കിഴക്ക് നിന്ന് പുറത്താക്കപ്പെട്ടവർ ആ കിഴക്കോട്ട് കയറാനുള്ള ആവേശത്തോടെ നോക്കി നിൽക്കുകയാണ്. നല്ല കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറാനുള്ള ആവേശത്തോടെ ക്ലാസ്സിൻ്റെ വാതിക്ക് നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്, പ്രതീക്ഷയിലേക്ക് നോക്കി നിൽക്കുകയാണ്. വീണ്ടും യുഗാന്ത്യത്തിലെ കർത്താവിൻ്റെ വരവിനായിട്ട് നോക്കി പാർത്തിരിക്കുന്നവരാണ് നമ്മൾ എന്ന ചിന്ത പറയുന്ന സഭാപിതാക്കന്മാരുണ്ട്. ഇനി നമ്മൾ സഭാപിതാക്കന്മാരെ പഠിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ഒറ്റ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സഭാപിതാക്കന്മാർ, ബൈബിള്, സഭാപിതാക്കന്മാർ, സഭയുടെ പാരമ്പര്യം നോക്കുമ്പോൾ ആദിമ കാലം മുതൽ നമ്മൾ മദ്ബഹായിലേക്ക് പൂർണ്ണമായിട്ടും സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗോന്മുഖരായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ സഭാപിതാക്കന്മാരിൽ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം അല്പം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരാളാണ് ജോൺ ഡമഷീൻ. നമ്മുടെ പൗരസ്ത്യ സഭാപിതാവാണ്, 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം. ഞാനീ പറഞ്ഞ ബൈബിൾ വചനവും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തീർന്നിട്ട് അവസാനം പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ കാൽവരിയിൽ പടിഞ്ഞാറോട്ട് നോക്കിയാണ് കുരിശിൽ കടന്നത്. അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവനെ, ഈശോയെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊരു വാക്കുണ്ട്, ദിസ് ഈസ് ആൻ അപ്പസ്റ്റോലിക് ട്രഡീഷൻ ഓഫ് പ്രൊഫൗണ്ട് വാല്യൂ. ഇത് വലിയ മൂല്യമുള്ളൊരു അപ്പസ്തോലിക പാരമ്പര്യമാണ്. സഭാപിതാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നതന്നെ ആ വിശുദ്ധ പാരമ്പര്യത്തെയും വിശുദ്ധ ബൈബിളിനെയും ഒരേ ആദരവോടും ഒരേ ബഹുമാനത്തോടും കൂടി കാണണമെന്നാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിന് തുല്യമാണ് ഇവരുടെ പ്രബോധനം. അപ്പോൾ ആ സഭാപിതാവ് പറയും, ഇറ്റ് ഈസ് ആൻ അപ്പസ്റ്റോലിക് ട്രഡീഷൻ. അപ്പസ്തോലന്മാരുടെ കാലം മുതലുള്ള വലിയ മൂല്യമുള്ളൊരു പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഇതാണെന്നാണ്. വലിയ ഞെട്ടലോടുകൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത സമിതി അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, അച്ഛൻ്റെ ഇടവകയിൽ വലിയ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അക്രമമാണ് ബലിവേദിയിൽ അവിടെ സംഭവിച്ചത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത കമ്മിറ്റി അതിനെ ഏകകണ്ഠമായി അപലപിക്കുകയും അച്ഛന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള മെത്രാന്മാർ ഈ കാര്യത്തിൽ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളുടെ ഫീലിംഗ് മെത്രാന്മാരുടെ വൈദികർ അതുപോലെ മതമേലധ്യക്ഷന്മാരുടെ പെർമനൻറ്റ് സിനഡിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും അതിശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. തീർച്ചയായിട്ടും അതിശക്തമായ ഒരു നിസ്സംഗത വെടിഞ്ഞ് ശക്തമായ നടപടികളിലേക്ക് മെത്രാൻ സൈനഡ് ഇതിനെ ഗൗരവമായിട്ടെടുത്ത് നടപടികൾ എടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി ഏകകണ്ഠമായി ഇവിടെ ആവശ്യപ്പെടുകയാണ്. അച്ഛനോടൊപ്പം ഞങ്ങളെല്ലാവരുമുണ്ട്. അച്ഛൻ ഒറ്റയ്ക്കല്ല, തീർച്ചയായിട്ടും അച്ഛൻ്റെ വരുംകാല പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ, അനുവദിക്കുമെങ്കിൽ പാലാ രൂപതയിൽ നിന്നും ആവശ്യമുള്ള പള്ളികളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് സംരക്ഷണം നൽകുവാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ധീരഭടന്മാർ തയ്യാറാണ് എന്ന് മേജർ ആർച്ച് ബിഷപ്പിനെയും പെർമനൻറ്റ് സിനഡിനെയും അറിയിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. താങ്ക് യു. ബഹുമാനായ AKCC രൂപത ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാറകുന്നലച്ചനും അതുപോലെ തന്നെ രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിതീരിയും ആധികാരികമായ കാര്യങ്ങൾ വിശദീകരിച്ചു. വളരെ ഞെട്ടലോടുകൂടിയാണ് AKCCയുടെ ഭാരവാഹികളും പ്രവർത്തകരും ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഏതായാലും തികച്ചും അപലപനീയമായ ഈ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലും ഐക്യദാർഢ്യം ഉണ്ടാകുന്നു പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ ഈ വക വിഷയങ്ങളിൽ സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് ഇതിനെ അപലപിക്കുന്നതിനും ശക്തമായി പ്രതിരോധിക്കുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ജോണച്ച, ബഹുമാനപ്പെട്ട
ഞാറക്കുന്നേലച്ച, പ്രിയ AKCC സഹപ്രവർത്തകരെ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികനെ ആക്രമിക്കുകയും അത് ഒരു യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ഈശോ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കാതെ എൻ്റെ രക്തം പാനം ചെയ്യാതെ ആർക്കും ജീവൻ ഉണ്ടായില്ലെന്ന് പറഞ്ഞപ്പോഴും ഈശോ ആ പഠിപ്പിക്കൽ നിന്ന് ഒരു അണുവിട പോലും പുറകോട്ട് പോയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യാതെ ജീവൻ ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പഠിപ്പിച്ച അതേ സഭാ പാരമ്പര്യങ്ങൾ സഭാപിതാക്കന്മാരിലൂടെ കൈമാറി കിട്ടിയ വലിയൊരു നിധിയാണ് നമുക്ക് കിട്ടിയത്. ആ നിധി സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ വില കൊടുത്തവരാണ് നമ്മുടെ പിതാക്കന്മാർ. റോമാ സാമ്രാജ്യത്തിൽ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടവരെയൊക്കെ തിളച്ച എണ്ണയിലും വന്യമൃഗങ്ങൾക്കൊക്കെ ഇട്ടുകൊടുത്തപ്പോഴും അവർ സന്തോഷപൂർവ്വം ആ വിശുദ്ധ കുർബാനയും സഭാപാരമ്പര്യങ്ങളെയും കാത്തു സൂക്ഷിച്ച ആ വലിയ പിതാക്കന്മാരുടെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ. തോമാസ് ശ്ലീഹായിൽ നിന്ന് കൈമാറി കിട്ടിയ ആ ഒരു വിശ്വാസം തലമുറയായിട്ട് കൈമാറി അത് സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ചുമതല. അതിനുവേണ്ടി ധാരാളം അൽമായരും വൈദികരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വിശ്വാസം സംരക്ഷിക്കാൻ, സഭയുടെ പാരമ്പര്യം സഭാ സിനഡിനെ അനുസരിക്കുവാൻ, പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുമ്പോൾ ഈശോ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവൻ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി. ആ പിതാക്കന്മാരുടെ ആ വലിയൊരു പാരമ്പര്യം ഏത് രാഷ്ട്രീയ സംഘടനയിലോ ഏത് സംഘടനയിലാണെങ്കിലും അനുസരണം ഇല്ലാണ്ട്, ഒരു പട്ടാളത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും ആ ചിട്ടയില്ലെങ്കിൽ ആ സിസ്റ്റം പൊളിഞ്ഞു പോകും. അപ്പോൾ തകർക്കുക എന്നുള്ളത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. അനുസരണത്തിലൂടെ ആദോ ഹവ്വയും അനുസരണക്കേട് കാണിച്ച് അവിശ്വസിച്ച് ദൈവത്തെ തകർന്നു പോയെങ്കിൽ പുത്രൻ തന്നെ പിതാവിനോട് താതാത്മ്യ അനുസരണയുള്ളവനായി താഴ്ത്തിയതുപോലെ പുത്രനായ ഈശോയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും തന്നെ പിതാവിന് സമർപ്പിക്കുന്ന ആ ഒരു മാതൃകയാണ് ഈശോ കാണിച്ചു തന്നത്. ആ ഒരു മാതൃകയിലേക്ക് പോരാൻ വേണ്ടി ഞങ്ങളുടെ അച്ഛനും എല്ലാവിധ സപ്പോർട്ടും AKCCയുടെ പേരിൽ ഞങ്ങളുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടുണ്ട്. അന്തിമ വിജയം ഈശോയ്ക്ക് തന്നെയാണ്, സഭയോട് ചേർന്നാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. AKCCയുടെ പ്രിയ ഭാരവാഹികളെ, എൻ്റെ മുമ്പിൽ പറഞ്ഞതുകൊണ്ട് ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുന്നത്. അൽത്താരയിൽ ബലിയർപ്പണ വേദിയിൽ ഈശോയുടെ ശരീരവും രക്തവും എടുത്ത് ആരാധിക്കുന്ന സമയത്ത് അക്രമികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും സഭയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു ന്യൂനപക്ഷ കുബത്തികൾ അച്ഛനെ ആക്രമിച്ചു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അച്ഛൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പല രൂപത്തിലെ ഭാരവാഹികൾ മാത്രമാണ്. വലിയ ഒരു പിന്തുണ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് ഞാർക്കൊച്ചൻ പറഞ്ഞ പോലെ ഞങ്ങൾ രൂപതയിലെ എല്ലാ യൂണിറ്റിലും ആൾക്കാർ വന്ന് അച്ഛൻ ബലിയർപ്പിക്കാനോ അച്ഛനോട് ചേർന്ന് നിൽക്കുക കുർബാന അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കി തരാമെന്നും അതോടെ അച്ഛന് എല്ലാവിധ പിന്തുണയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ക്രൈസ്റ്റ്. ഈ അവസരത്തെങ്കിലും അച്ഛൻ്റെ മുഖത്തിലോട്ട് നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അച്ഛനത് പറഞ്ഞപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം മുഖത്തിലോട്ട് നോക്കിയാൽ അച്ഛനോട് ചെയ്യാൻ എങ്ങനെ മനസ്സ് അനുവദിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിലെങ്കിലും നമ്മുടെ സഭാ നേതൃത്വം ഉണ്ടെന്ന് പ്രവർത്തിച്ച് അതിൽ ഭാഗവാക്കായ ഉത്തരവാദികളായ എല്ലാവർക്കും എതിരെ ആക്ഷൻ എടുക്കാൻ കർശനമായിട്ട് അതിന് തീരുമാനം എടുക്കണം. അതാണിപ്പം പറയാനുള്ളത്. 100% ഇവരെ സഭയിൽ നിന്നും ആദ്യം പുറത്താക്കണം. രാഷ്ട്രീയക്കാരാണ് ഇതിൽ ഭേദം. പക്ഷേ ഇത് വൃത്തികെട്ട രീതിയാണ് നമ്മുടെ ക്രിസ്തീയ സഭയിലെ. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു സഭയിൽ നിന്നാൽ മതി, പരിശുദ്ധ പിതാവിനെ അംഗീകരിക്കുന്ന ഒരു സഭയിൽ നിന്നാൽ മതി, അല്ലാത്തവരെ ദൈവം ചെയ്ത് പുറത്താക്കണം. എനിക്കിതേ പറയാം. അല്ല, ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒന്നാമത് യുവതലമുറയ്ക്ക് ഒന്നും വിശ്വാസങ്ങളില്ല. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേനും നമുക്കിപ്പോൾ നമ്മുടെ മക്കളോട് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ അതൊക്കെ ശരിക്ക് അതാ മറ്റ് സമുദായത്തിൻ്റെ മുമ്പിൽ നമുക്ക് ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്ന ഒരു മൂല്യത അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ പേരിൽ നടപടിയെടുത്ത് അവരെ പുറത്താക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വേണ്ടത്. ആ നിലപാടിലേക്ക് നമ്മുടെ സഭാ നേതൃത്വം വരണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അച്ഛൻ്റെ ആ ദയനീയത നമ്മൾ വലിയ മനസ്സിൽ വലിയ വേദനയുണ്ടാക്കി. അച്ഛന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടായ മുറിവ് എത്രത്തോളം വലുത് അത്രത്തോളം ആഴത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പാലാരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് എന്തിനു വേണ്ടിയും
തയ്യാറായിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ട്. അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സിനഡിനെ അനുസരിക്കുന്ന ഇതുപോലത്തെ വൈദികന്മാർക്ക് ഇനി ഒരിക്കലും ഒരു അവസരം ഇങ്ങനെ ഒരു ഉണ്ടാകരുത്. ഇതുപോലെ ആശുപത്രിവാസമോ ദേഹോപദ്രവമോ ഏൽപ്പിക്കുവാൻ ഒരു വിധത്തിലും നമ്മൾ അനുവദിക്കുന്നില്ല. കത്തോലിക്ക കോൺഗ്രസ് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ സഭയുടെ ആദിമ സഭ നമ്മൾ നോക്കുമ്പോൾ അത് ബെനഡിക്റ്റ് പാപ്പ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഒന്ന് ഫീസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഉത്സവം, 2 സ്പിരിറ്റ് ഓഫ് ലിറ്റർജി, ലിറ്റർജിയുടെ ആരാധനാക്രമത്തിൻ്റെ ചൈതന്യം. ഇത് രണ്ടിലും അദ്ദേഹം പറയുന്നത് ഇതിന് നമ്മുടെ ഈ പറഞ്ഞ കിഴക്കിനഭിമുഖമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാപഞ്ചിക മാനമുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്. മനോഹരമായിട്ട് അദ്ദേഹം പറയുകയാണ് പ്രാപഞ്ചിക മാനം, എ യൂണിവേഴ്സൽ ഡയമെൻഷൻ. ഈ കാര്യം തന്നെ തെയ്യാർദ് ഷെർദാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ദൈവശാസ്ത്രജ്ഞനൊക്കെയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മകുടം മനുഷ്യരാണ്, ആ ജീവൻ്റെ മകുടം, ആ ജീവൻ്റെ പൂർണ്ണത ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ മനുഷ്യർ എല്ലാവരും ജീവൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ ക്രിസ്തുവിനെ അദ്ദേഹം വിളിക്കുന്നത് കോസ്മിക് ക്രൈസ്റ്റ്, പ്രാപഞ്ചിക ക്രിസ്തു. ആ ക്രിസ്തുവിലേക്ക് നോക്കി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ബെനഡിക്റ്റ് പാപ്പ റാറ്റ്സിംഗർ ആയിരുന്നു അന്ന് അദ്ദേഹം, കാർഡിനൽ റാറ്റ്സിംഗർ. അദ്ദേഹത്തിന് 2 പുസ്തകങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ മാർപ്പാപ്പയുടെയും പിതാക്കന്മാരുടെയും ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുകയും ജീവിക്കുകയും പഠിപ്പിക്കുകയും അത് പാലിക്കാനായിട്ട് അവർ പാലിച്ചുകൊണ്ട് പാലിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് അവരുടെ പ്രഥമമായ ഉത്തരവാദിത്വം, ആ പാരമ്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം അച്ഛന് വാസ്തവത്തിൽ സഭയുടെ ഈ മഹത്തായ പാരമ്പര്യം സിനഡ് തീരുമാനിച്ച് പഠിപ്പിച്ച കാര്യം, ഒരു രൂപത വഴി എല്ലാ രൂപതക്കാരും ചെയ്ത കാര്യം, അവിടുത്തെ കുരിയായുടെയും മെത്രാൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഒരു പള്ളിയിൽ പോയി ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ളൊരു കയ്യേറ്റം നടന്നിരിക്കുക അവിടെ. അതും പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനെ ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ട് പോകുവാനോ ആക്രമിക്കുവാനും തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നികൃഷ്ടമായൊരു സംഗതി ക്രിസ്ത്യാനി എന്ന് പേരുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് അച്ഛനോടൊപ്പം അച്ഛൻ്റെ വേദനകളിൽ പങ്കുചേരാനും അച്ഛനെ ആശ്വസിപ്പിക്കാനും അച്ഛന് ശക്തി പകരാനും അത് സഭയുടെ ഒരു ധർമ്മമാണ്. നമ്മുടെ പിതാക്കന്മാർ വളരെ ജഡിതിയിൽ ഇടപെട്ട് ഇതിനൊക്കെ തക്കതായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നത് അത് ദൈവീകമായൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു പിതാവിനും ഒരച്ഛനും ഒരൽമായനും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഒരു വലിയ ബോധ്യത്തോടെയാണ് നമ്മൾ നീങ്ങേണ്ടത്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസിലെ അംഗങ്ങളെന്ന നിലയിൽ നമ്മൾ പാലാരൂപതയിൽ മാത്രമല്ല, ഇവിടെ ഏതാനും ലീഡേഴ്സ് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് പിതാക്കന്മാർ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവോടൊന്ന് ആവശ്യപ്പെട്ടാൽ ഏതൊരു പള്ളിയിലും വന്ന് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുവാനും അവിടുത്തെ വൈദികരെ സംരക്ഷിക്കാനും പാലാരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ്സുകാർ എപ്പോഴും തയ്യാറാണ്. അവിടുന്ന് മേയർ ആർച്ച് ബിഷപ്പ് ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി. എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ രൂപതകളിലെയും കത്തോലിക്ക കോൺഗ്രസ്സുകാർ മാത്രമല്ല നമ്മുടെ ആളുകൾ തയ്യാറാണ്. അത് നമ്മളൊരു വാസ്തവത്തിലൊരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും മാറി നിൽക്കുകയാണ്. പക്ഷേ ഇത് അച്ഛന്മാരെ ഇതുവരെ ഉപദ്രവിക്കുകയും അവർക്ക് വാസ്തവത്തിൽ ജീവഹാനി ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് അറിയുകയും ചെയ്താൽ വളരെ ക്രിയാത്മകമായ നടപടി എത്രയും വേഗം അഭിനന്ദ പിതാക്കന്മാർ സ്വീകരിക്കുകയും അതിന് നമ്മുടെ സഭാതലവൻ തന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ അച്ഛന്മാർക്കും സഭയുടെ പാരമ്പര്യം അനുസരിച്ച്, പിതാക്കന്മാരുടെ തീരുമാനം അനുസരിച്ച്, സഭയുടെ നടപടിക്രമം അനുസരിച്ച് പരിശുദ്ധ കുർബാന വളരെ ഭംഗിയായിട്ട് അർപ്പിക്കുവാൻ, വലിയ തീഷ്ണതയിൽ അർപ്പിക്കുവാനുള്ള സകല സംരക്ഷണവും തരാൻ ഇന്ന് സഭയിൽ ഇഷ്ടംപോലെ ആത്മായരുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് തന്നെയുണ്ടെന്ന് തോന്നുന്നത്. അച്ഛൻ ഇരുന്ന പള്ളിയിൽ തന്നെ വാസ്തവത്തിൽ അല്ലെ അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞത്, ഭൂരിഭാഗം ആളുകളും ഇത് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരിലാണ് വാസ്തവത്തിൽ അച്ഛൻ കുർബാന അർപ്പിച്ചത്. പ്രിയപ്പെട്ട അച്ഛ, ഞങ്ങൾ വാസ്തവത്തിൽ അച്ഛൻ്റെ ഈ വേദനയിൽ പങ്കുചേരുകയാണ്. ഞങ്ങൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അച്ഛൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സഭ ആഗ്രഹിച്ച, ഈശോ ആഗ്രഹിച്ച, മാർപ്പാപ്പ പഠിപ്പിച്ച, ഈശോ പഠിപ്പിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്, ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഏത് ത്യാഗം സഹിക്കാനും തയ്യാറായിട്ടുള്ള അച്ഛന്മാരും അതുപോലെ വിശ്വാസികൾ ഒരുപാട് പേരുണ്ട്. അതിന് ഞങ്ങൾ അച്ഛന് സകല പിന്തുണയും തരികയാണ്.
നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളിലെ ബന്ധപ്പെട്ട നമ്മുടെ പ്രസിഡൻ്റ് ഉണ്ട് ഇവിടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലുള്ളതാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ എന്ന് നിങ്ങളൊന്ന് ആ കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് അച്ഛനോടൊന്ന് പറഞ്ഞോളൂ. അങ്ങനെ കേട്ട് കറക്റ്റാണെന്ന് കേട്ടില്ല. പുള്ളി അവിടെ ഉണ്ടായിരുന്നോ? ആ കയറുന്ന ആള് പുള്ളിയും പുള്ളിയുടെ മകൻ എന്നെ ഇടിക്കാനായിട്ട് വന്നത്. ഞാൻ ചിലപ്പോൾ അവൻ 55 വയസ്സായി, അവൻ 10-35 വയസ്സുള്ള ഞങ്ങൾ എൻ്റെ വൈഫാണ്. അപ്പൊ ഞാൻ നീ ചെല്ല് നിങ്ങൾ ഇടിക്കല്ലോ അച്ഛനോടൊപ്പം എൻ്റെ വൈഫാണ്. അപ്പം മോളാണ് ഈ ഫോട്ടോ എടുത്തത്. നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വഴക്കുണ്ടാക്കണമല്ല കാര്യം. ഞങ്ങൾ 19 ഇതൊക്കെ കണ്ടപ്പോൾ അവർ തളർന്നു വെച്ച ഇവർ 5 പേര് മതി, അവർ രണ്ടും കൽപ്പിച്ച് നടക്കണം. അതാണ് ഈ വ്യത്യാസം വന്നത്. അതാണല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ എന്നെ എനിക്ക് കാണാം, എന്നെ ഇടിച്ചില്ല ഇങ്ങനെ ഒരു പ്രതിരോധിക്കും. അങ്ങോട്ട് അപ്പം ഞാൻ തള്ളി അങ്ങോട്ട് ചേർന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നടക്കില്ല. പിന്നെ ഞാൻ തിരിച്ചുവിടോടുന്ന സക്കര അതിൽ കൂടെ കയറി വന്നു. അപ്പോഴത്തേനും ആ പെണ്ണുങ്ങളും നമ്മുടെ 1-2 പേര് എന്നെ തിരിച്ച് കയറി അച്ഛനെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ പോലീസും വന്നു. നിങ്ങളിത് പ്രതീക്ഷിച്ചില്ലല്ലേ? ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതിനാണല്ലോ ഞങ്ങൾ പള്ളിയെല്ലാം അടച്ചു. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. ഈ അതാരാണ് തുറന്നു കൊടുത്തില്ല അവിടുന്ന് അതായത് തുറന്ന് എനിക്ക് ശരിക്കും അറിയാം ഇങ്ങനെ ഉണ്ടായെന്നറിയില്ല. പക്ഷെ അവർ ഇടിച്ച് തുറന്നതെന്നാണ് ഞങ്ങൾ അറിഞ്ഞേക്കുന്നത്. പക്ഷെ ചിലർ പറയുന്നുണ്ട് തുറന്നു കൊടുക്കുന്നത് കപ്പിയാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് തെരുവ് വിളിക്കുകയും ചെയ്ത് പുള്ളി ഓടി രക്ഷപ്പെടാൻ വേണ്ടി എന്തായാലും പുള്ളി ഒരു പാവമായിരുന്നു. അത്ര എനിക്കറിയാം. നമ്മൾ കാണാത്ത കാര്യം പറഞ്ഞത് ശരിയല്ല. അങ്ങനെയാണ് നിലവിൽ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ പള്ളി അടച്ചിരിക്കും. ഞങ്ങൾ അന്നേ ദിവസം കയറാനായിട്ട് ഒരു കാര്യം, ഈ ബാബു എന്ന് പറഞ്ഞ ആളുണ്ട്, പുള്ളിയുടെ അനിയൻ്റെ മോളുടെ കൊച്ചിൻ്റെ മാമോദിസ. അപ്പോൾ അന്നത്തെ ദിവസം കയറി കഴിഞ്ഞാൽ പുള്ളി ഒരു അലമ്പുണ്ടാക്കിയില്ല, നമ്മുടെ ഈ പള്ളി അടയ്ക്കും എന്നൊരു പ്രതീക്ഷയല്ല. പക്ഷെ അപ്പോൾ ഇതൊരു കാര്യം അവർക്കതൊന്നൊരു പ്രശ്നമല്ല എന്നൊരു കാര്യം മനസ്സിലായി. പുള്ളി ഇല്ലാത്ത ദിവസമാണ് അച്ഛൻ പോയി ചാർജ് കൊടുത്തത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നീക്കി. പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങളായി. പാലാ രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, വാസ്തവത്തിൽ ഒരുപാട് ദുഃഖം നിറഞ്ഞ മനസ്സോടേക്ക് ഞാൻ ഈ 2 ദിവസങ്ങൾ ചെലവഴിച്ചതെങ്കിലും നിങ്ങളുടെ സത്യവിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന ആ വിശ്വാസ തീക്ഷ്ണത, ഇവിടെ അച്ഛൻ്റെയും ഇവിടെ സന്ദേശം പങ്കുവച്ച പ്രിയപ്പെട്ട സഹോദരന്മാരുടെയൊക്കെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന സത്യവിശ്വാസത്തിൻ്റെ ആ തീജ്വാല എൻ്റെ മനസ്സിനെ വളരെയേറെ സമാധാനത്തിലേക്കും വീണ്ടും ഒരു ധീരമായ മനസ്സിലേക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചുയർത്തുകയാണ്. അതിനുവേണ്ടി ഈ സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി പറയുകയും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് ഒരു കരുത്താകട്ടെ, മുതൽക്കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദിയും സ്നേഹവും അർപ്പിക്കും. ദൈവം നിങ്ങളെല്ലാവരും ലോകത്തിൻ്റെ അവസാനം വരെ ഞങ്ങളുടെ വസിക്കും ദൈവമായ കർത്താവേ, ഞങ്ങളോട് വിളങ്ങിയ സജീവമായ സാന്നിധ്യങ്ങളെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പന്തകുസ്താശ്രീമാരുടെയും രാവസകർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും ആവശ്യം സാന്നിധ്യവും നമ്മളെല്ലാവരും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സന്തോഷം കേട്ടാ, ശരി കേട്ടാ. അച്ഛനെ ഒരു വർഷം വിചാരിക്കണ്ട, എല്ലാവരും ഉണ്ട്. എന്തിനും അച്ഛനെ ഞങ്ങളെ ആശ്രയിക്കാം, പഠിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഉണ്ട്. കേട്ടോ? ഞങ്ങൾ ഈ പൂ അച്ഛന് ഭക്ഷണമൊക്കെ കഴിച്ചു. ആണല്ലേ? ആയിക്കോട്ടെ. ശരി.